ശ്രീദേവി, അലക്സ്, ശ്രീദേവി. അലക്സ്, അലക്സ്, വാ, അലക്സ്, നമുക്ക് പോവാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. അലക്സ്, 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 എനിക്ക് അലക്സ്, അലക്സ്, എന്ത് പറ്റി? അലക്സ്, അലക്സ്, എന്താ പറ്റിയത്? ശ്രീദേവി, ശ്രീദേവി, അലക്സ്, നമ്മൾ എവിടെയാണ്? അലക്സ്, ഓ, ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പോലീസിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? പറ്റായികയല്ല, പക്ഷെ കാണാതായെന്ന് നമുക്ക് പത്രത്തിലും ടിവിയിലും ഒന്നും പരസ്യപ്പെടുത്താനൊക്കില്ലല്ലോ. പ്രശ്നങ്ങൾ വലിയ ഒച്ചപ്പാടില്ലാതെ തീർത്തില്ലെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിന് മാത്രമല്ല, എനിക്കും എന്റെ മകനും കൂടി ആ പേര് ദോഷം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ എനിക്ക് വിട്ടേരെ. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ അലി, ഇതാണവൻ. 24 മണിക്കൂറിനകം ഇവനെ കസ്റ്റഡിയിലെടുക്കണം. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിയായില്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം. വേണ്ട അലക്സ്, ഒന്നും പറയണ്ട. അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതാ ഞാൻ അലക്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീദേവി, ഞാൻ പറയുന്നത്. വേണ്ട, എന്റെ ജീവിതം അലക്സിന്റെ കൂടെ. വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അലക്സ്, അലക്സ് ആണ് എന്റെ എല്ലാം. ഹലോ മിസ്രി, ഞാൻ അലക്സ്. അലക്സാ, മോനെ നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാന് കൊടൈക്കനാലിൽ നിന്നാ. അമ്മയും സോണിയൊക്കെ. മോനെ, നീ ഉടനെ ശ്രീദേവിയെയും കൊണ്ട് SI സോമന്റെ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അവളുടെ അച്ഛൻ കേസ് കൊടുത്തിരിക്കുക. സോമൻ ഇവിടെ വന്നിരുന്നു. ശരി അമ്മ, വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ എത്തിക്കൊള്ളാം. അവൻ എന്തോ പറഞ്ഞേ? ഉടനെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. എന്റെ ദൈവമേ. You are Mr. Sam Alexander? Yes. You are under arrest.
ഞാൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്യില്ല. ഞാൻ എന്തിനു സൈൻ ചെയ്ത് തരണം? ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹിതരാം. എനിക്ക് ശ്രീദേവിയെ ഇഷ്ടമാണ്, അവക്ക് എന്നെയും. പിന്നെ ഞാൻ എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്യണം? ഈ ജന്മം നിനക്ക് ശ്രീദേവി കിട്ടുന്ന കരുതണ്ട. അത് അവള് തീരുമാനിക്കട്ടെ. നമുക്ക് കോടതി വെച്ച് കാണാം. ഈ രാജ്യത്ത് അങ്ങനെ ചില ഏർപ്പാടുകളുണ്ടല്ലോ. ആ പേപ്പറിലങ്ങ് ഒപ്പിട്ട് കൊടുത്തേരെ. ഒപ്പിട്ടില്ലേ താൻ എന്ത് ചെയ്യും? ഡാ, Stop it. എന്താ ഇത്? ഇയാളുമായി ഒത്തുതീർപ്പിന് നിങ്ങളോട് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ്. സാർ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട്. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. എന്തായി മേസ്ത്രി, മോനെ കണ്ടോ? കാണാൻ പറ്റിയില്ല. അപ്പൊ ജാമ്യം? അതും വിഷമമാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. വക്കീലിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. കേസ് ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ രണ്ട് ചെറുപ്പക്കാരാണ് അലക്സും ശ്രീദേവി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മാരേജ് ആക്ട് പ്രകാരം സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഇവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അലക്സിന്റെയും ശ്രീദേവിയുടെയും പ്രായം തെളിയിക്കുന്നതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളാണിത്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. അമ്മ വിഷമിക്കാണ്ടിരിക്കേ. അതെ. കുട്ടിയുടെ പേരെന്താ? ശ്രീദേവി. ഈ നിൽക്കുന്ന അലക്സിനെ നിങ്ങൾ അറിയോ? അറിയും. എങ്ങനെ അറിയും? ഒരു മോട്ടോ മെക്കാനിക് എന്ന നിലയിൽ അറിയും. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു? നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും ഈ അലക്സിനോടൊപ്പം ഇറങ്ങിപ്പോയതാണോ? പറയൂ. എന്നെ ബലമായി പിടിച്ചോണ്ട് പോയതാണ്. That's all, Your Honor. ശ്രീദേവി, ഞാൻ പ്രാർത്ഥിക്കാം മോളെ. ഹൃദയം നൊന്ത് കരയുന്ന ഒരമ്മയുടെ ശാപം നിനക്ക് കേൾക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. വടക്കേടത്ത് സാം ചെറിയാൻ മകൻ സാം അലക്സാണ്ടർ മേലെ വീട്ടിൽ വിശ്വനാഥ മേനോൻ മകൾ ശ്രീദേവി മേനോനെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോവുകയും ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി സാം അലക്സാണ്ടർക്ക് IPC 362 366 വകുപ്പ് പ്രകാരം 10 മാസത്തെ കഠിന തടവും 20,000 രൂപ പിഴയും ഈ കോടതി വിധിക്കുന്നു. അമ്മേ, എന്റെ മോനെ, നിനക്കിങ്ങനെ